friends, welcome back to my channel, your online teacher. Prediction video 3 ആണത്. ഫസ്റ്റ് 2 പ്രഡിക്ഷൻ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ടു നോക്കാം. ദെൻ ഇവിടെ നമ്മൾ ഒരു 16 ചോദ്യങ്ങൾ, പ്രോബ്ലം ഉണ്ട്, തിയറി ഉണ്ട്, 16 ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. ബാലൻസ്ഡ് ബഡ്ജറ്റും ഉണ്ട്, അൺബാലൻസ്ഡ് ബഡ്ജറ്റും ഉണ്ട്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻസും അതുപോലെ തന്നെ റവന്യൂ ഈക്വൽ ആയിട്ട് വരുന്നതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ അല്ല, റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമ്മളതിനെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവാണെങ്കിൽ നമ്മളതിനെ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി? എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എന്ത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം. സൊസൈറ്റിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യമുണ്ട്, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസ് ആവശ്യമുണ്ട്. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഡിഫെൻസ് വേണോ, ക്യാപിറ്റൽ ഐറ്റംസ് വേണോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണോ, ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണോ, അങ്ങനെ എന്താണ് വേണ്ടതെന്ന് അവിടെ ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി. രണ്ടാമത്തേതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലേബർ ഇൻറ്റൻസീവ് ആണോ? ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലിക്കാരെയും കുറച്ച് ക്യാപിറ്റലും. അല്ല, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ജോലിക്കാരെയും. അത് ഏത് വേണമെന്നുള്ളത് ആ പ്രൊഡ്യൂസർക്ക് തീരുമാനിക്കാം, ആ നാട്ടിലെ ക്യാപിറ്റലും അതേപോലെ തന്നെ ലേബർ റേറ്റും ഒക്കെ നോക്കിയിട്ട്. ദെൻ അതും കൂടി കഴിഞ്ഞാൽ മൂന്നാമത് വരുന്ന പ്രോബ്ലമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ട ഒരു കീ വേർഡ് ഉണ്ട്, ഫങ്ഷണൽ. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് എന്നാണ് അതിൻ്റെ ആൻസറിൽ വരേണ്ടത്. ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഔട്ട്പുട്ട്, അതായത് നാഷണൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിവാർഡ്സ് ആയിട്ട് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു പോകുന്നത്. അതായത് എത്ര റെൻ്റ് ആയിട്ട് വന്നു, എത്ര വേജ് ആയിട്ട് വന്നു, എത്ര ഇൻട്രസ്റ്റ്, എത്ര പ്രോഫിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് ബൈ 200. മക്കളെ, ഇൻക്രീസ് ആകുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഓർത്തോളൂ, അത് ചേഞ്ച് ആണ്, ഡെൽറ്റയാണ്. അതായത് ഇത് ഡെൽറ്റ ഐ ആണ് 200 എന്ന് പറയുന്നത്. ആൻഡ് MPC എന്ന് പറയുന്നത് 0.2. ഓക്കെ, വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഇൻകം? അതും ഇൻക്രീസ് അല്ലേ, ഡെൽറ്റയാണ്. ഇൻകം എന്ന് പറയുമ്പോൾ വൈ ആണ്. സോ ഡെൽറ്റ വൈ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ ഡെൽറ്റ ഐയും MPCയും തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൽ നിന്നാണ് ചേഞ്ച് ഇൻ ഇൻകം കാണുന്നത്. നിങ്ങളപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയെടുത്തോ, ചേഞ്ച് ഇൻ ഇൻകം കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ, ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന ചേഞ്ച് ഇൻറ്റു 1/1 മൈനസ് C ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന ചേഞ്ച് എത്ര? 200. അതേ ഇൻറ്റു 1/1 മൈനസ് 0.2, അതായത് 200 ഇൻറ്റു 1/0.8. 200 ഡിവൈഡഡ് ബൈ 0.8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 250 കിട്ടും. സോ അതിൻ്റെ അർത്ഥം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റിൽ 200 കോടിയുടെ മാറ്റം വന്നപ്പോൾ അത് ഇൻകത്തിൽ 250 കോടിയുടെ മാറ്റം ഉണ്ടാക്കി. കാരണം എന്താ? ആ മൾട്ടിപ്ലയറിൻ്റെ വർക്കിംഗ് കൊണ്ടാണത്. നെയിം ദ 4 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി അക്കോർഡിംഗ് ടു ദ മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ പ്രകാരം എക്കോണമിയിലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫേം ഉണ്ട്, ഹൗസ് ഹോൾഡ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ ഉണ്ട്. ഓക്കെ, ഇതാണ് എക്കോണമിയിലെ 4 സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഒരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റ്വേർഡ് ആൻഡ് സപ്ലൈ റിമെയിൻ കോൺസ്റ്റന്റ്, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്? അതായത് നമ്മൾ നോക്കാം, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ്. ഇനി ഇതെല്ലാം ഇതിലേക്കൊന്ന് അടയാളപ്പെടുത്താം. ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, അങ്ങനെ ഇരിക്കാൻ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് റൈറ്റ്വേർഡ്, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകാന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇതാണ്, ചെരിഞ്ഞു പോകരുത്, നിങ്ങൾ നേരെ തന്നെ വരയ്ക്കണം.
ഇങ്ങനെ വരച്ചു നോക്കാം. അപ്പോൾ ഇതാ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ പുതിയ ഡിമാൻഡ് കർവ് D1 കിട്ടി. പഴയ സപ്ലൈ കർവ് ആയിട്ട് കൂട്ടിമുട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇക്വിലിബ്രിയം പ്രൈസ് നോക്കിയാൽ ഇതാണ് പുതിയ പ്രൈസ്, ഇതാണ് പുതിയ ക്വാണ്ടിറ്റി. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസസ് ആസ് വെൽ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ്, രണ്ടും കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡീവാലുവേഷൻ ആൻഡ് റീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നതിനെയാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സിലൂടെ കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ആക്കുന്നു, കൂട്ടുന്നതിനെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് 2 ഫീച്ചേഴ്സ് ഓഫ് ദി മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമിയുടെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിനാണ് അവിടെ ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ എന്താ? പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അവിടെ. ദെൻ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മോട്ടീവാണ് അവരുടെ ലക്ഷ്യം. അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, ഹൈ കോമ്പറ്റീഷൻ. പിന്നെ ഇവിടെ ലെസ് ഗവൺമെൻറ് കൺട്രോൾ ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ദെൻ give any 2 examples of negative externality. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു ഹാം വന്നത്, അത് എയർ പൊല്യൂഷൻ നമുക്ക് പറയാം, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ദെൻ വാട്ട് ആർ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഗിവ് വൺ എക്സാമ്പിൾ. ഇന്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇന്റർമീഡിയറ്റ് ഗുഡ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കാൻ വേണ്ടി കോട്ടൺ യാണൊക്കെ യൂസ് ചെയ്യുന്നത് അതിനൊരു എക്സാമ്പിളാണ്. ദെൻ ടയർ വെച്ചുകൊണ്ട് നമ്മളൊരു കാറിലേക്ക് ഫിറ്റ് ചെയ്യുന്നു, അതൊക്കെ ഇന്റർമീഡിയറ്റ് ഗുഡിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് എൻ എക്കോണമി ഈസ് 25%, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മണി മൾട്ടിപ്ലയർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/CRR ആണ്. സിമ്പിൾ അല്ലേ? നമ്മൾ ഈ പ്രോബ്ലം അറിയില്ലല്ലോ എന്ന് കരുതി സ്കിപ്പ് ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ 1/CRR 1/25 1/25 ചെയ്താൽ എത്ര കിട്ടും? 1/25 ചെയ്താൽ 0.04 കിട്ടും. അതാണ് വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. Then write down any 2 objectives of the government budget. ഗവൺമെൻറ് ബഡ്ജറ്റ് കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് അലോക്കേറ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് ഗുഡ്സ് 2 രീതിയിലുണ്ട്. പബ്ലിക് ഗുഡ്സ് ഉണ്ട്, പ്രൈവറ്റ് ഗുഡും ഉണ്ട്. പബ്ലിക് ഗുഡിലൂടെ പബ്ലിക് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതിലൂടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും അവർക്ക് വേണ്ട ഗുഡ്സ് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്? പബ്ലിക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബഡ്ജറ്റ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പണക്കാരുടെ കയ്യിൽ നിന്ന്, റിച്ച് പീപ്പിളിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? അവരുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് യൂസ് ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും ഫ്രീ ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കാൻ നോക്കുക. അതായത് വെൽത്ത് തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണത്. ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്കോണമിയിൽ പല ഫ്ലക്ച്വേഷൻസ് വരും, മാറ്റങ്ങൾ വരും. അതിനെയെല്ലാം സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ബഡ്ജറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഇനി റൈറ്റ് ഡൗൺ ദ 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺ ടു സ്കെയിലിന് 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിൽ TP എന്ന് പറയുന്നത് ഇൻക്രീസിങ് റേറ്റിൽ കൂടിക്കൊണ്ടിരിക്കും, APMPയും കൂടിക്കൊണ്ടിരിക്കും. ദെൻ ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിലിൽ എന്താ പറ്റുന്നത്? ഡിമിനിഷിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺ സ്കെയിലിൽ എന്താ പറ്റുന്നത്? TP കൂടുന്നുണ്ടെങ്കിൽ കൂടിയും അതൊരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും കൂടുന്നത്. ദെൻ MP അവിടെ കുറയുന്നുണ്ടാകും, MP അവിടെ ലാസ്റ്റ് 0 ആയിട്ട് പോകും. ദെൻ നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിലിൽ എന്താ പറ്റുന്നത്? നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിലിൽ റിട്ടേൺസ് ടു സ്കെയിലാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞത് റിട്ടേൺസ് ടു ഫാക്ടറാണ്. തെറ്റിപ്പോയി. റിട്ടേൺസ് ടു സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് റിട്ടേൺസ് ടു ഫാക്ടറാണ്, മാറിപ്പോയി. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ സ്റ്റേജസ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിലിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻപുട്ടിൽ ഒരു മാറ്റം ഉണ്ടാക്കി അത് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം അതിനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് ഇൻക്രീസിങ് റിട്ടേൺ സ്കെയിൽ. ദെൻ കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ എന്ന് വെച്ചാൽ ഇഫ് എ change in input leads to more
ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിൽ നമ്മളൊരു മാറ്റം വരുത്തി ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നത് അത്ര തന്നെ മാറ്റമാണെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ. ദെൻ ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ വരുത്തിയ മാറ്റത്തിനേക്കാളും ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ് ഔട്ട്പുട്ടിൽ ഉണ്ടായതെങ്കിൽ അതാണ് ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ. ദെൻ GDP എന്ന് പറയുന്നത് ഒരു എക്കണോമിക് വെൽഫെയറിന് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് GDP ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അല്ലെങ്കിൽ അണിക്വാലിറ്റി അല്ലെങ്കിൽ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും. അതായത് GDP എന്ന് പറയുന്നത് യൂണിഫോം അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ യൂണിഫോം ആയിട്ടല്ല, എല്ലാവരിലേക്കും ഒരേപോലെ അല്ല എന്താകുന്നത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകുന്നത്. ഇനിക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം കേട്ടോ, GDP ആൻഡ് ഇനിക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. പാവപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, പണക്കാരുടെ ഇപ്പോൾ കുറച്ച് മാത്രമുള്ള പണക്കാരുടെ ഇൻകം വലിയ രീതിയിൽ ഇൻക്രീസ് ആയാലും GDP ഇൻക്രീസ് ആകും. പക്ഷെ പാവപ്പെട്ടവൻ അങ്ങനെ കുറേ പേര് പട്ടിണിയിൽ കിടക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് വെൽഫെയർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദെൻ രണ്ടാമത്തേതാണ് GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്. ഗവൺമെൻറ്റോ കമ്പനികളോ സൊസൈറ്റിക്ക് നല്ലത് ചെയ്താൽ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റീസ് ഒന്നും GDPയിലേക്ക് എടുക്കാറില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, അതായത് ഇപ്പോഴും ബാർട്ടർ സിസ്റ്റം നിലവിലുണ്ട്. അതുപോലെ തന്നെ ഹൗസ് വൈഫ്സ് അല്ലേ, വീട്ടമ്മമാർ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യും, അതിനൊരു വേജൊന്നും ആരും കണക്കാക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും എന്തിലേക്ക് എടുക്കുന്നില്ല, ബാർട്ടർ സിസ്റ്റത്തിൻ്റെ വാല്യൂ, ഹൗസ് വൈഫ്സിൻ്റെ സർവീസോ ഒന്നും GDPയിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ GDPയിൽ നമുക്ക് കറക്റ്റ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇൻകം അല്ല കാണുന്നത് എന്നാണ് അതിൽ പറയുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ 3 ways in which economy makes economic relation with others. എക്കോണമി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് റിലേഷൻസ് ഉണ്ടാക്കുന്നത് 3 രീതിയിലാണ്, അല്ലെങ്കിൽ ലിങ്കേജസ് ആണ് ചോദിക്കുന്നത്. ലിങ്കേജ് ഒന്നെന്ന് പറയുന്നത് പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഔട്ട്പുട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയാം. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ രാജ്യത്ത് കൺസ്യൂമേഴ്സിന് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലെ ഗുഡ്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മറ്റു രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം, ഗുഡ്സ് വാങ്ങിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടാണ്. പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, അതായത് ഇൻവെസ്റ്റേഴ്സിന് എന്ത് തീരുമാനിക്കാം, ഡൊമസ്റ്റിക് കൺട്രിയിലെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതല്ല മറ്റു കൺട്രിയിലെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് ലേബർ മാർക്കറ്റ് ലിങ്കേജ്, അതായത് ലേബേഴ്സിന് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ രാജ്യത്ത് ചൂസ് ചെയ്യണോ അതല്ല മറ്റ് പുറമെയുള്ള കൺട്രീസിൽ ചൂസ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അങ്ങനെ വരികയാണ്. Then differentiate between marginal propensity to consume and marginal propensity to save. Marginal propensity to consume MPC കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈയും MPS കാണുന്നതിനുള്ള ഇക്വേഷൻ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈയും ആണ്. സോ MPC എന്ന് പറഞ്ഞാൽ ഇൻകത്തിലൊരു മാറ്റം വന്നു, അതിൽ എന്തുമാത്രം മാറ്റം കൺസംഷനിൽ വന്നു എന്നുള്ളതാണ് MPC. ദെൻ MPS എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ വന്ന മാറ്റം വന്നത് മൂലം സേവിങ്സിൽ എന്തുമാത്രം വന്നു എന്നുള്ളതാണ് MPS. MPCയും MPSും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുന്നത്. MPC പ്ലസ് MPS ഈക്വൽ 1 ആണ്. ദെൻ നമുക്കിവിടെ MPC തന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ കാണാൻ 1/1 - C ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. 1/1 - 0.6 അതായത് 1/0.4. 1 ഡിവൈഡഡ് ബൈ 0.4 എന്ന് പറയുമ്പോൾ 2.5 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ. ഓക്കെ. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈസിലൊരു മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് ആ ഗുഡിൻ്റെ ഡിമാൻഡിൽ വരുന്ന മാറ്റത്തിനോടുള്ള റെസ്പോൺസ്, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു എസെൻഷ്യൽ കമോഡിറ്റി ആണെങ്കിൽ കൺസ്യൂമേഴ്സ് അതിനെ നോക്കില്ല, ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതല്ല ലക്ഷൂറിയസ് ഗുഡ് ആണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ ഒരു അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രൈസേ ഉള്ളൂവെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, പ്രൈസ് കൂടുതലാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ലീനിയർ ഡിമാൻഡ് കർവിലേത്. ലീനിയർ ഡിമാൻഡ് കർവിൽ ഇവിടെയാണ് 0 വരുന്നത്, ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് വരും, ഇവിടെ ഇൻഫിനിറ്റ് വരും, ഇവിടെ 1 വരും. ഈ ഭാഗത്ത് ലെസ് ദാൻ 1ഉം ഈ ഭാഗത്ത് ഗ്രേറ്റർ ദാൻ 1ഉം ആയിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. സോ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ. താങ്ക് യു.